ഹിജറ 500-ാം വർഷം നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് ഒരു രാത്രി കടന്നിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ പറയുന്നു, അൻഖിദ്നി യാ നൂറുദ്ദീൻ, നൂറുദ്ദീനെ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തുക. ആ സമയത്ത് നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു നെറ്റ് ഉണർന്ന് ചിന്തിക്കുകയാണ്, മദീനയിൽ എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഓർത്ത് പിന്നെ അതിനെ മറന്നു. സ്വപ്നം പലതുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ രണ്ടാമത്തെ ദിവസം രാത്രിയും സ്വപ്നം അത് തന്നെയാണ്, അൻഖിദ്നി യാ നൂറുദ്ദീൻ, നൂറുദ്ദീനെ എന്നെ രക്ഷപ്പെടുത്തണം. രണ്ടാമതും സ്വപ്നം കണ്ടപ്പോൾ സംശയം പിന്നെയും വന്നു, എന്താണ് സംഭവിച്ചത് മദീനത്ത്? അങ്ങനെ സംശയത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ രാത്രിയും അതേ സ്വപ്നം ആവർത്തിച്ച് കാണുന്നു, അൻഖിദ്നി യാ നൂറുദ്ദീൻ, യാ നൂറുദ്ദീനെ എന്നെ രക്ഷപ്പെടുത്തണേ. അപ്പോൾ തൻ്റെ മന്ത്രി വിളിച്ച് പറഞ്ഞു, എന്തോ മദീനയിൽ സംഭവിക്കുന്നുണ്ട്, നമ്മൾ പോകാമെന്ന് പറഞ്ഞ് പാറാവിയോട് കൂടെ മദീനയിൽ ചെന്നു. മദീനയിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. യഥാസ്ഥിതി എല്ലാവരും സിയാറത്തിന് പോകുന്നു, വരുന്നുണ്ട്, നിസ്കരിക്കുന്നു, ജമാഅത്താകുന്നു, ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒന്നും അവിടെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ രാജാവിനിക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വളരെ സത്യമായി ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് തെളിഞ്ഞു കിട്ടുന്നില്ല. ആ സമയത്ത് നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ഒരു പ്ലാൻ ഇട്ടു. സദഖ ചെയ്യാം, നാട്ടുകാരെല്ലാം വിളിച്ച് ധർമ്മം ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്തു. എല്ലാവരും സഫായി വന്നു നിന്നു. നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ധർമ്മം ചെയ്തു. എല്ലാവരും വാങ്ങിപ്പോയി. അവസാനം ചോദിച്ച്, ആരെങ്കിലും വാങ്ങാതെ ഈ മദീനത്തുണ്ടോ എന്ന് വെച്ച്. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ആരും വാങ്ങാതെ ബാക്കിയില്ല, എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ 2 ആളുകൾ ഈ മദീനത്ത് സദഖ വാങ്ങുന്ന പരിപാടി ഇല്ല, അവർ വാങ്ങിയിട്ടില്ല. 2 ആളുകൾ ഇവിടെ വാങ്ങിയിട്ടില്ല. കാരണം അവർക്ക് ആ സ്വഭാവം ഇല്ല, അവർ കൊടുക്കുന്നവരാണ്, പാവങ്ങൾക്ക് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹുവിന് സംശയം പിന്നെയും കൂടി. ആ 2 ആളുകൾ എന്താണ്? അവരെക്കുറിച്ച് അറിഞ്ഞു നോക്കി. അവരെക്കുറിച്ച് ജനങ്ങൾ പറയുന്നു, അവർ ടെൻറ്റ് കെട്ടി റൗള ഷരീഫിൻ്റെ ചാരത്തിരിക്കുകയാണ്. അവർ രാത്രി നിന്ന് നിസ്കരിക്കുകയും പകൽ സമയത്ത് നോമനുഷ്ഠിക്കുകയും ചെയ്യുന്ന വലിയ ആബിദിങ്ങളാണ്. ആ സമയത്ത് നൂറുദ്ദീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ആ ടെൻറ്റ് പരിശോധിക്കാൻ പോയി. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് കണ്ടത്. മഹാനവറുകൾ ആ ടെൻറ്റിൻ്റെ അകത്ത് കടന്ന് നോക്കുമ്പോൾ പായ വിരിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് പായ വിരിച്ചിട്ടുണ്ട്. ആ പായ ഒന്ന് ഉയർത്താൻ വേണ്ടി പറഞ്ഞ് നോക്കുമ്പോൾ വലിയൊരു ഗുഹയാണ്. നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിനോട് അടുക്കുന്നൊരു ഗുഹ. അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മണ്ണെല്ലാം എടുത്ത് മാന്തി റസൂലുള്ളാഹിന്റെ പരിശുദ്ധ ആ ശരീരത്തോട് തട്ടുമെന്ന നിലക്കായിരുന്നു. അവരോട് ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നത്, നസാറക്കൾ നമ്മൾ അയച്ചതാണ്, നമുക്ക് ഇത്രയും പൈസ തന്ന് അയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മാന്തി മയ്യത്തെടുത്ത് വലിച്ചെറിയാൻ വേണ്ടി. ഇത് കേട്ട ഉടനെ തന്നെ മഹാനവറുകൾ ആ സ്വപ്നത്തിൻ്റെ സത്യാംശം മനസ്സിലായി. സത്യമാണ് ഹബീബായ തങ്ങൾ എന്നോട് അൻഖിദ്നി യാ നൂറുദ്ദീൻ എന്ന് പറഞ്ഞത്. ഉടൻ തന്നെ ആ 2 ആളുകളെ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തു. എന്നിട്ട് ആ റൗള ഷരീഫിൻ്റെ ചുറ്റുഭാഗത്തും ഈയ കൊണ്ട് ഉരുക്കി ഫുള്ളായിട്ട് ബന്ദ് ചെയ്തു. റൗള ഷരീഫിൻ്റെ ചുറ്റുഭാഗം ഇന്നും റൗള ഷരീഫിൻ്റെ ചുറ്റുഭാഗം ഒരാൾക്കും ഒരു ബാമ്പ് വരെ വെച്ചാൽ പൊട്ടിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും സുഭദ്രമായ നിലയ്ക്ക് റൗള ഷരീഫിൻ്റെ ചുറ്റും ഈയ കൊണ്ട് ഉരുക്കി ബന്ദ് ചെയ്തിട്ടുണ്ട്.